അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ദൂരത്തൊങ്ങും പോകണ്ട, വിദേശത്തൊങ്ങും പോകണ്ട, അടുത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അടിപൊളി ചാൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ പറ്റും. അതും ടൗൺ പ്ലാനറായിട്ട്. വെറും ടൗൺ പ്ലാനറായിട്ട് ചില്ലറ സാലറി ഒന്നുമല്ല, 1 ലക്ഷത്തിന് മേലെ സാലറി കിട്ടാവുന്ന നല്ല അടിപൊളി വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കേരള PSC വഴി വേണം നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട്. ഏജ് എത്രയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഉടനെ സെൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിൽ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം എഞ്ചിനീയർ ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ തദ്ദേശീയ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൊത്തം 19 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈൻ വഴി വേണം നമുക്ക് രജിസ്ട്രേഷൻ നടത്താനും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനും. അപ്പം കേരള PSCയുടെ 1 ടൈം പ്രൊഫൈൽ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 29 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 721/2024 ആണ്. പിന്നെ സാലറി എന്ന് പറയുന്നത് 1,15,030 രൂപയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ കേരളയാണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഏജ് പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല അവർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിളായിട്ടുള്ളവർ. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഇതിന് രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ പ്ലാനിംഗ്, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, റീജിയണൽ പ്ലാനിംഗ്, സിറ്റി പ്ലാനിംഗ്, അർബൻ എന്നീ ബിരുദം അല്ലെങ്കിൽ തതുല്യ യോഗ്യത. അതുമല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫിസിക്കൽ പ്ലാനിംഗ് എന്നിവയിൽ ബിരുദം. അപ്പോൾ ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം. www.keralapc.government.in എന്ന ലിങ്ക് വഴി നമ്മൾ PSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടല്ലോ, അതുവഴി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഫൈലിലൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിലൂടെ നമ്മുടെ പ്രൊഫൈലിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. അപ്പം എത്രയാണ് നിങ്ങളതിന് പഴയ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 1/1/2022 മുതൽ പുതിയതായിട്ട് ചേർന്ന പ്രൊഫൈലുകൾക്ക് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്താലും മതി. പിന്നെ അപേക്ഷ ഫീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. എന്നിട്ട് സ്വന്തം പഞ്ചായത്തിൽ തന്നെ നല്ലൊരു ജോലി നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ.